നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. 100 കൊല്ലം കൊണ്ട് സമസ്ത മലയാളി സമൂഹത്തിന് എന്നല്ല, ഇന്ത്യക്കെന്നല്ല, ലോകത്തിന്റെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ച് കാണിച്ചുള്ള നന്മയുടെ പർവ്വത പ്രൗഢിയാർന്ന ഒരു തലമുണ്ട്. അതിന്റെ തുടർച്ചയാണ് വരും നൂറ്റാണ്ടുകളിലും നമുക്ക് നടത്താനുള്ളത്. സമസ്തയെ ചവിട്ടിക്കൂട്ടി ആർക്കെങ്കിലും കീശയിൽ ഒതുക്കാമെന്ന് ആരും വ്യാമോഹിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആരും ഏതെങ്കിലും നേതാക്കന്മാരോ ഏതെങ്കിലും ഭരണാധികാരികളോ വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ ഒഴുകിയെത്തിയ ജനാവലി ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങണ്ട് പുറപ്പെട്ടു വന്നതല്ല. 100 കൊല്ലമായി ഒഴുകുന്ന ഒരു വലിയ നദിയാണിത്. 100 കൊല്ലമായി ഒഴുകുന്ന നദി ഇനിയും നൂറ്റാണ്ടുകളായി ഒഴുകിക്കൊണ്ടേയിരിക്കേണ്ട നദിയാണ്. ഈ ഒഴുക്കിലേക്ക് കൂടുതൽ ജലാശയങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും ഓരോ കാലഘട്ടത്തിലും. ഇത് അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള പ്രസ്ഥാനമാണ്. ഈ ഒഴുക്ക് അള്ളാഹുവിൻ്റെതാണ്, ശക്തി കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോ ഭരണകൂടങ്ങളോ ഭരണാധികാരികളോ ഇത് തന്റെ കീശയിൽ ഒതുക്കാം എന്ന് വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, രാഷ്ട്രീയക്കാരും മതത്തിൽ ഇടപെടേണ്ടതില്ല, മതത്തിലുള്ള ആരും രാഷ്ട്രീയത്തിലും ഇടപെടില്ല. അർത്ഥവത്തായ പദമാണത്. മതം ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാൻ പോയിട്ടില്ല, സമസ്തയും പോയിട്ടില്ല. എന്നാൽ മതത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ട അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ സമദാനി പറഞ്ഞു, ശരീഅത്ത് വിവാദം പറഞ്ഞു, ഏക സിവിൽ കോഡ് പറഞ്ഞു, മതപഠനം നിരോധിക്കുന്നത് പറഞ്ഞു, വഖഫ് ബോർഡിനെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലും ഒരു വഖഫ് നിയമം ഉണ്ടാക്കി, നിയമനം PSCക്ക് വിടുന്ന നിയമം ഉണ്ടാക്കി. എതിർക്കാൻ നമ്മളെല്ലാവരും ഉണ്ടായി. നമ്മുടെ എതിർപ്പ് വന്നപ്പോ അത് വലിച്ചെറിഞ്ഞ് പിറകോട്ട് പോകേണ്ട ഗതികേടും അവർക്കുണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നാം കരുത്തോടുകൂടി ഒന്നിച്ചു നിൽക്കുക, നമ്മുടെ ഇസ്സത്ത് തകരാതെ ഇരിക്കാൻ നോക്കുക. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഈ സമുദായത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ഈ സമുദായത്തിന് നേരിന്റെ മാർഗം കാണിക്കാൻ സമസ്തക്കും കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ തിരൂരിൽ കണ്ടത് വല്ലാത്തൊരു കാഴ്ചയാണ്. സയ്യിദുൽ ഉലമ നമ്മുടെ കണ്ണുകളെ വീണ്ടും 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 ഈറനണിയിക്കുകയാണ്. അത് ദുഃഖം കൊണ്ടുള്ള കണ്ണുനീരല്ല, ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ കണ്ണുനീര് സയ്യിദുൽ ഉലമ ജിബ്രി മുത്തുക്കോയ തങ്ങള് നമുക്കിങ്ങനെ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. തിരൂരിലെ ആ ഒരു വലിയ ജനസാഗരം, മലപ്പുറത്തിന്റെ മക്കൾക്ക്, തിരൂരിലെ മക്കൾക്ക് ആദ്യം തന്നെ ഒരു വലിയ സല്യൂട്ട്. കാരണം ദീന് സയ്യിദുൽ ഉലമ വിളിക്കുമ്പോ ഓടിയെത്താൻ അവിടെ ആളുകളുണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്, അല്ലെ? ആ തിരൂരിലെ ആ വേദിയിൽ പല ആളുകൾ സംസാരിച്ചു. അവിടെ കുറുക്കോളി മൊയ്തീൻ MLA, മുസ്ലിം ലീഗിന്റെ MLA, വളരെ നിസ്വാർത്ഥകനായ പ്രവർത്തകൻ, ആ കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെ ആ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഞാന് അവിടെ സമദാനി സാഹിബ് പ്രസംഗിച്ചിട്ടുണ്ട്. പാണക്കാട്ട് തങ്ങളുണ്ടായിരുന്നു, സാദിഖലി തങ്ങളല്ല, പാണക്കാട്ട് തങ്ങന്മാരുണ്ടായിരുന്നു വേദിയില്. ജിഫ്രി തങ്ങളുണ്ട്. ജിഫ്രി തങ്ങളുടെ സംസാരത്തെ കുറിച്ചൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാനുണ്ട്. പക്ഷേ എന്നെ ഏറെ ആകർഷിച്ച സംസാരം എന്ന് പറയുന്നത് അത് കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെ സംസാരമാണ്. സമസ്തക്ക് മാത്രമേ കഴിയുകയുള്ളൂ, സമസ്തക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒഴുകിയെത്തുന്ന ജനസാഗരം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും കൊണ്ട് തുടങ്ങിയതല്ല, അത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാ. ആ പാരമ്പര്യത്തെ ഇനിയും നൂറ്റാണ്ടുകളോളം കൊണ്ടു നടക്കാൻ അത് സമസ്തക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് കുറുക്കോളി മൊയ്തീൻ സാഹിബ് പറഞ്ഞു വെക്കുമ്പോ, ഇന്നലെ ഈ പറയുന്ന തിരൂരിൽ നടന്ന സ്വീകരണം, ഇന്നിപ്പോ മലപ്പുറം ജില്ലയിലെ 2ാം സ്വീകരണ സ്ഥലം
അത് മലപ്പുറം ജില്ലയിലും മാത്രമേ ഉള്ളൂ. അത് മലപ്പുറത്തിന്റെ മണ്ണിൽ ഇപ്പോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ നടക്കാൻ പോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച തിരൂരിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു. എന്നെ വല്ലാതെ 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 അങ്ങ് മനം നിറച്ച കാഴ്ച. പല കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതിൽ സയ്യിദുൽ ഉലമ ആ വേദിയിലേക്ക് കയറി വരുന്ന ഒരു രംഗമുണ്ട്. തിരൂരിന്റെ മണ്ണില് ആ സ്വീകരണ വേദിയിലേക്ക് സയ്യിദുൽ ഉലമ കയറി വരുന്ന ഒരു രംഗമുണ്ട്. വല്ലാത്തൊരു രംഗമാണ്. ഞാൻ പറഞ്ഞില്ലേ, തങ്ങൾ വല്ലാതെ പിന്നെയും പിന്നെയും നമ്മുടെ കണ്ണുകളെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, ഈറനണിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അപ്പോ ഈ സന്ദേശയാത്ര സമസ്തയുടെ 100ാം വാർഷികം പുന്നാര ആറ്റപ്പൂ പാണക്കാട് സയ്യിദ് ഹൈദരലി തങ്ങള് പ്രഖ്യാപിച്ച ഈ 100ാം വാർഷികം, ആ 100ാം വാർഷികത്തില് ഇന്ന് ആ 100ാം വാർഷികത്തിന്റെ ചുക്കാൻ പിടിക്കാൻ ഹൈദരലി തങ്ങളില്ല. ആ തങ്ങള് പ്രഖ്യാപിച്ചതാണ് ഈ 100ാം വാർഷികം. ആ 100ാം വാർഷികത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളക്കര ഇങ്ങനെ ഒഴുകുകയാണ്. എവിടെയാ ഒഴുക്ക് നമ്മൾ കാണാതിരുന്നത്? എല്ലായിടത്തും നമ്മൾ കണ്ടു. അതില് ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഇതുവരെ നടന്നതിൽ മികച്ചു നിൽക്കുന്നത് ഇപ്പോ തിരൂരിലേതാണ് എന്ന് നമ്മൾ പറയും, അല്ലെ? ഒരുപക്ഷെ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോ അത് മലപ്പുറത്തിൻ്റെതായി മാറാൻ സാധ്യതയുണ്ട്. തിരൂരിനോളം കെട്ടപ്പെട്ടിരിക്കുന്ന രീതിയിൽ മലപ്പുറത്ത് സംഭവിക്കാനുള്ള സാധ്യതകള് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. മേ ബി അത് കഴിഞ്ഞ് ഇനി അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക്, ഓരോ കേന്ദ്രങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോ അത് വലിയ ജനമുന്നേറ്റമായി മാറുമെന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അപ്പോ ജിഫ്രി തങ്ങള് ഇന്നലെ ഒരാള് പറയുന്നത് ഞാൻ കേട്ടു. ആ വ്യക്തി ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല യാത്രകളിൽ ഭാഗമാകുകയും സംബന്ധിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. ആ വ്യക്തി ഇന്നലെ ഞാൻ പറയുന്നത് കേട്ടു. ഇത് വല്ലാത്തൊരു ഒരു ഒരു അത്ഭുതമായി തോന്നുകയാ. സമസ്തയുടെ വർക്കത്തോ ജിഫ്രി തങ്ങളുടെ ആ ഒരു നേതൃത്വമോ എന്നറിയില്ല എന്ന് ആ വ്യക്തി പറയുന്നുണ്ടായി. രണ്ടുമുണ്ട്. സമസ്തയുടെ വർക്കത്തുണ്ട്, പിന്നെ ആ സമസ്തയെ കൈപിടിച്ച് നടത്തുന്നത് ജിഫ്രി തങ്ങളാണ് എന്നുള്ളതുമാണ്. ആ ജിഫ്രി തങ്ങൾക്ക് വഴികാട്ടുന്നത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയാണ്, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദാണ്, ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങളുണ്ട്, ചെറുശ്ശേരി ഉസ്താദുണ്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുണ്ട്, ആറ്റപ്പൂ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുണ്ട്. അങ്ങനെ മഹാന്മാരായ മുൻഗാമികളുടെ ഒരു പട തന്നെ പാണക്കാട്ടെ കുടുംബം പാണക്കാട്ടെ സാദാത്യങ്ങളും അല്ലാത്തവരുമായിട്ടുള്ള മഹാപണ്ഡിതന്മാര്, ആ പണ്ഡിതന്മാരാണ് ഈ യാത്രയിൽ പോലും ജിഫ്രി തങ്ങളെ കൈപിടിച്ച് നടത്തുന്നത്. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്കത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ അതിന്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. അപ്പോ ആ സമസ്ത അജയ്യമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തിരൂരിന്റെ മണ്ണിൽ കണ്ടത് വല്ലാത്ത ആനന്ദകരമായ ഒരു കാഴ്ചയാണ്. ആ കാഴ്ച നമ്മൾ ഇനി അങ്ങോട്ട് വീണ്ടും വീണ്ടും കാണാൻ പോവുകയാണ്. ഇത് തിരൂരിന്റെ മണ്ണിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയും. ആലപ്പുഴയിലും എറണാകുളത്തും അതുപോലെ തിരുവനന്തപുരത്തും വിവിധ ഇടങ്ങളിൽ നമ്മൾ കണ്ടു. ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു ജനബാഹുല്യം കൊണ്ട് അത് കൂടുതൽ ശ്രദ്ധയെ ആകർഷിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ വേദിയില് കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെ വാക്കുകളിൽ നിങ്ങൾ കേട്ട കാര്യം എന്ന് പറയുന്നത് അതില് സമസ്ത രാഷ്ട്രീയത്തില് ഇന്നേ വരെ ആരുടെ കാര്യത്തിലും ഒരു ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. സമസ്ത നടത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം പോലും സയ്യിദുൽ ഉലമ പത്രസമ്മേളനം നടത്തിയപ്പോ ആവർത്തിച്ച് പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും സമസ്ത പറഞ്ഞതും സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ പറഞ്ഞതും ഒരൊറ്റ കാര്യം മാത്രമാണ്. സമസ്ത പറയുന്നത് ദീനാണ്, സമസ്ത പറയുന്നത് രാഷ്ട്രീയമല്ല, സമസ്ത പറയുന്നത് ദീനാണ്. ആ ദീന് തന്നെയാണ്, ദീന് മാത്രമേ സമസ്ത പറയുകയുള്ളൂ എന്നുള്ള തങ്ങളുടെ അടിയുറച്ച വാക്കുകളുണ്ട്. തിരിച്ചും മറിച്ചും
ചുകന്നന്വേഷിക്കാനുള്ള ഈ പറയുന്ന അപ്പുറത്തിരിക്കുന്നത് ഒരു സയ്യിദനാണ്, ഒരു മഹാപണ്ഡിതനാണ് എന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ തങ്ങളുടെ വായിൽ നിന്ന് വല്ലതും വീണ് കിട്ടുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടുള്ള ചില മാധ്യമ പ്രവർത്തകരുടെ നെറികെട്ട ഏർപ്പാട് അങ്ങനെ തന്നെ പറയണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങൾ കണ്ടതാ. തങ്ങൾ തന്നെ ഒരു അവസരത്തിൽ തങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നു, നിങ്ങൾ പൊള്ളു പറയരുത്, നുണ പറയരുത്, കള്ളങ്ങൾ പ്രചരിപ്പിക്കരുത്, അങ്ങനത്തെ ശീലം നിങ്ങൾക്കുണ്ട്. ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ വാർത്തയാക്കാൻ പാടുള്ളൂ, പറയാത്ത കാര്യം പറയരുതെന്ന് സയ്യിദുൽ ഉലമ ഇവരുടെ മുഖത്ത് നോക്കി പറയേണ്ട ഒരു അവസ്ഥയുണ്ടായി. ആരുണ്ടാക്കി? കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കി. എന്തിനു വേണ്ടി ഉണ്ടാക്കി? ഈ ഉമ്മത്തിനെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ചില ആളുകൾ ചില മൂലക്കിരുന്നു കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് ഈ മുഖ്യധാര മാധ്യമ പ്രവർത്തകരല്ലാത്തവരും നടത്തുന്നുണ്ട്. ചില ഡോക്ടർമാര്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഡോക്ടറാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് ഞാൻ പറയേണ്ടി വരുമെന്നാണ് എന്റെ ഭാഷ്യം. അപ്പോ അങ്ങനത്തെ ചില ആളുകള് ഈ ഉമ്മത്തിനെ തമ്മിൽ തെല്ലിപ്പിക്കാൻ വേണ്ടി ആ ഡോക്ടറുടെ പാരമ്പര്യവും ആ ഡോക്ടറുടെ മുൻകാല പ്രവർത്തനങ്ങളും ഒക്കെ എടുത്തൊന്ന് അന്വേഷിച്ചു നോക്കുക. ആ ഡോക്ടർ എവിടെ നിൽക്കുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോ അങ്ങനത്തെ ചില ആളുകള് ഈ ഉമ്മത്തിനെ തമ്മിൽ തെല്ലിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ഞാനിവിടെ കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെ ആ ഒരു ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാൻ ഇന്നലെ 6 മണിക്കൂർ അല്ലെങ്കിൽ ഇന്നലെ മണിക്കൂറുകളോളം നീണ്ട ഒരു പരിപാടിയുണ്ട് തിരൂരിൽ നടത്തിയ. അതിൽ ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെ ആ ഒരു സംസാരം, വാക്കുകള് നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം അത് വളരെ പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ടാണ്. വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് കുറുക്കോളി മൊയ്തീൻ സാഹിബ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിവിടെ കേൾപ്പിച്ചത്. സമസ്തക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാ, ദീന് പറയാൻ സമസ്തയേ ഉള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാ എന്ന് കരുതി സമസ്ത ആരുടെയും മെക്കെട്ട് കയറാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇടപെടാനോ സമസ്ത വരില്ല. മനസ്സിലാക്കണം എല്ലാവരും. അപ്പോ അത് മനസ്സിലാക്കുന്നതോടുകൂടി ഈ പറയുന്ന തരത്തിലുള്ള കുത്തിത്തിരിപ്പുകള്, ഈ ഫിത്നയുണ്ടാക്കുന്ന പരിപാടി അത് നിർത്തണം. ഈ ഉമ്മത്തിനെ തമ്മിൽ തല്ലിക്കുവാനുള്ള ഏർപ്പാട് നടത്തുന്നവര് അത് മനസ്സിലാക്കിയിട്ട് അത് നിർത്തണം. ഇവിടെ ഒരു തരത്തിലുള്ള ഫിത്നകൾക്കും ഇവിടെ സ്പേസ് ഇല്ല. സമസ്ത പറയുന്നത് ദീനാണ്, ദീന് മാത്രമാണ്, ദീന് പറയുകയും ചെയ്യും, ഇനി അങ്ങോട്ടും പറയും. 1 നൂറ്റാണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരും നൂറ്റാണ്ടുകളിലും സമസ്ത പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തില് ആർക്കും ഒരു തർക്കവും വേണ്ട. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളില് ഫിത്നയുണ്ടാക്കിയിട്ട് ഇതങ്ങ് തല്ലി തകർക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പല PR വർക്കുകൾ ഇത്തരത്തിലുള്ള ഫിത്നകൾക്കും കള്ളപ്രചരണങ്ങൾക്കുമുള്ള മറുപടി ഇന്നലെ തിരൂര് നൽകി കഴിഞ്ഞു. അപ്പൊ വരും നൂറ്റാണ്ടുകളിലും സമസ്ത ഈ ദീന് പറഞ്ഞുകൊണ്ടേയിരിക്കും. സമസ്ത മാത്രമേ പറയാൻ അതിന് അർഹതയും അവകാശവും സമസ്തക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. അപ്പോ തിരൂരിലെ കാഴ്ച അത്രയേറെ ആനന്ദം നൽകുന്നതായിരുന്നു എന്ന് പറഞ്ഞു വെക്കാതെ വയ്യ.